മാസ് പെർസെൻറ്റേജിൻ്റെ ഡെഫിനിഷനൊക്കെ അറിയാം സാറേ, പക്ഷേ അതിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, അതിന് പ്രോബ്ലംസ് വരുമോ, വന്നാൽ എങ്ങനെ ചെയ്യും, ചെയ്യാൻ അറിയുമെന്ന് അറിയുന്നില്ല, ഒന്ന് പറഞ്ഞുതരുമോ? അതിനുള്ള ആൻസറാണ് ഈ വീഡിയോ. സോ മാസ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാണ്, യെസ് മാത്തമാറ്റിക്കലി ചെയ്ത് പ്രൂവ് ചെയ്യാണ് ആൻഡ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യാണ്. സോ നോക്കണം, എന്താ ക്വസ്റ്റ്യൻ? 90 ഗ്രാം ജലം, എന്താ നമ്മുടെ കയ്യിലുള്ളത് മക്കളെ? 90 grams ഓഫ് വാട്ടർ, 90 grams ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സോൾവെൻ്റ് ആരായിരിക്കും? അതെ, വാട്ടർ ആയിരിക്കും. വാട്ടറാണ് മക്കളെ സോൾവെൻറ്റ്. ഓക്കെ, സോൾവെൻ്റ് ആയ മക്കളെ വാട്ടറാണ് ലായകം അല്ലേ. സോ ലായകത്തിന് മാസ് നമുക്ക് തന്നു 90 gram ആണ് അല്ലേ. അപ്പം 90 gram വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു? 10 gram ഉപ്പ് ലയിപ്പിക്കുന്നു. എടാ 10 gram ഉപ്പ് ലയിപ്പിക്കുന്നു. എടാ ഉപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? യെസ്, സൊല്യൂട്ട് ആയിരിക്കും അല്ലേ, സൊല്യൂട്ട് ആയിരിക്കും അഥവാ ലീനമായിരിക്കും. ലീനം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എന്ത് തന്നിട്ടുണ്ട്? ലായകവും തന്നിട്ടുണ്ട്, ലീനവും തന്നിട്ടുണ്ട്. ലായകം എന്നയാൾ വെള്ളമാണ്, അത് 90 gram ആണുള്ളത്. ലീനം എന്നുള്ളത് സൊല്യൂട്ട് എന്ന് പറയുന്ന ആള് ഉപ്പാണ്, അത് 10 gram ആണുള്ളത്. റെഡിയാണേ മുന്നോട്ട് പോകാം അല്ലേ. സോ അത് ലയിപ്പിച്ചു. അപ്പം നമുക്കൊരു ലായനി കിട്ടൂലേ? ഏത് ലായനിയാണ് കിട്ടുക? യെസ്, ഉപ്പ് വെള്ളം കിട്ടും അല്ലേ. ഉപ്പും പിന്നെ ജലം കൂടെ ലയിപ്പിച്ച് എന്താ കിട്ടുക? ഉപ്പ് വെള്ളം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? സാൾട്ട് സൊല്യൂഷൻ. സോ സാൾട്ട് സൊല്യൂഷൻ ആണ് ഇവിടെ നമ്മുടെ എന്ത്? യെസ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ലായനി എന്ന് പറഞ്ഞാൽ അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ ടോട്ടൽ ലായനിയുടെ ഭാരം എത്രയാണ്? മാസ് എത്രയാണ് മക്കളെ? ലായനി എന്ന് പറയുമ്പം അത് ലീനവും ലായകവും കൂടി ചേർന്നവയാണ് അല്ലേ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുക? സൊല്യൂഷൻ ആവുക. അപ്പോൾ സൊല്യൂഷൻ്റെ മാസ് എന്ന് പറയുമ്പം സൊല്യൂട്ടിൻ്റെ മാസ് പ്ലസ് സോൾവെൻറ്റിൻ്റെ മാസ് ചെയ്താൽ പോരെ അല്ലേ. ലായനി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ലീനത്തിൻ്റെ മാസ് പ്ലസ് ലായകത്തിൻ്റെ മാസ് ചെയ്താൽ പോരെ. മതിറാ. അപ്പോൾ എങ്ങനെ? ലായനിയുടെ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാം, ഈ 10 ഇതാണെന്ത്? ലീനത്തിൻ്റെ മാസ്. സോ 10 gram അല്ലേ, 10 grams എന്താ മക്കളെ? സൊല്യൂട്ടിൻ്റെ മാസ് പ്ലസ് 90 gram എന്താ മക്കളെ? അതെന്താ? സിമ്പിളായിട്ട് പറയാം, അതാണ് നമ്മുടെ സോൾവെൻറ്റിൻ്റെ മാസ് അല്ലെങ്കിൽ ലായകത്തിൻ്റെ മാസ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, 100 gram എന്ന് കിട്ടും. ഇതായിരിക്കും ഈ സാൾട്ട് സൊല്യൂഷൻ്റെ, ഈ ഉപ്പ് വെള്ളത്തിൻ്റെ ടോട്ടൽ ഭാരം അല്ലെങ്കിൽ മാസ്. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരിക. അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണക്കാക്കുക. എന്താ വേണ്ടത്? യെസ്, ഇഫ് 10 gram കോമൺ സാൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 90 gram വാട്ടർ, കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ്. കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ് നമുക്കറിയാം അല്ലേ. മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് മക്കളെ? മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. മാസ് പെർസെൻറ്റേജ് സാറേ ഇതെനിക്കറിയാം, പക്ഷേ ഇതെങ്ങനെ കാണുന്ന അറിയാറില്ല. നമുക്ക് നോക്കാം. മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? സിമ്പിളി പറയാം, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, മാസ് ഓഫ് സൊല്യൂഷൻ ആണ് വരിക. ഓക്കെ, അതായത് എന്താ മക്കളെ? മാസ് ഓഫ് ലായനി അല്ലേ, അതായത് ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ മാസ്. കഴിഞ്ഞില്ല, മാസ് പെർസെൻറ്റേജ് അല്ലേ. സോ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു 100 കൂടെ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണ്. ഓക്കെ, മലയാളികളെ സാറ് പറയാം മാസ് പെർസെൻറ്റേജ് അല്ലേ. മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം സിമ്പിളി നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? യെസ്, ലീനത്തിൻ്റെ ഗ്രാമിലുള്ള മാസമാണ് കേട്ടോ. ലീനത്തിൻ്റെ മാസ് അത് മറക്കരുതേ, ഗ്രാമിലുള്ള മാസമാണ്. കിലോഗ്രാമിലേക്ക് ആണെങ്കിൽ നമ്മൾ ഗ്രാമക്ക് മാറ്റണം. ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് അല്ലേ. ലായനിയുടെ മാസ് ഇവിടെ തെറ്റാൻ ചാൻസ് എന്നുള്ളത്. യെസ്, ലായനി എന്നുള്ളത് മാറി മേ ബി നമ്മൾ എന്ത് എഴുതാം? ലായകം എന്ന് എഴുതാം. സോ അണ്ടർലൈൻ ദ വേർഡ് ലായനി സൊല്യൂഷൻ അല്ലേ. തീർന്നില്ല, ഇൻറ്റു 100. അതും പലരും മറക്കാറുണ്ട്. സോ ഇനി നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അല്ലേ. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലീനത്തിൻ്റെ മാസ് എത്ര മക്കളെ? നമുക്കറിയാം. സൊല്യൂട്ട് ലീനം എത്രയുണ്ട്? 10 gram ആണ്. സോ സിമ്പിൾ എഴുതാം, 10 gram എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് നമ്മൾ കണ്ടെത്തി. ലീനം 10 gram ആണ്, ലായകം 90 gram ആണ്. സോ ലായനി സൊല്യൂഷൻ 100 gram ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 100 gram. ഓക്കെ, തീർന്നോ? പലരും ഇവിടെ വെച്ച് തീർത്തും. പലരും 100 മറന്നു പോകും, മറക്കരുത്. ഇൻറ്റു 100 നോക്കാം. ഇനി 100 ക്യാൻസൽ ആവൂലേ? യെസ്, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് കിട്ടും? ആൻസർ വിൽ ബി 10 എന്ന് കിട്ടും. 10% എന്ന് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത്തരം ക്വസ്റ്റ്യൻ മക്കൾ എക്സ്പെക്ട് ചെയ്യുക. ഈ നമ്പേഴ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് മേ ബി ക്വസ്റ്റ്യൻസ് എന്തായാലും വരും.
സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവറാണ്, എക്സാമിന് എന്തായാലും വരുമെന്ന് ഉറപ്പാണ്. സോ മക്കൾ ഓർത്ത് വെച്ച് പഠിച്ച് വെച്ച് റിവൈസ് ചെയ്തിട്ട് വേണം പോകാൻ. ഇക്വേഷൻസ് കൊടുക്കുമ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ തന്ന ഡാറ്റാസ് ഇക്വേഷന് കൊടുക്കുമ്പോഴും കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും തെറ്റരുത്. മനസ്സിലായവരില്ലേ? മനസ്സിലായെന്നുണ്ടെങ്കിൽ എല്ലാവരും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. സാർ സെറ്റാണ്, മനസ്സിലായി, അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓൾ ദി ബെസ്റ്റ്.